ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. ആരാധിക രണ്ടാം ഭാഗം. കാലത്തിനപ്പുറം ഒരു പുനർജന്മ പ്രണയകഥ. ഭാഗം 3. രാത്രിയിലെ അത്താഴവും കഴിഞ്ഞാണ് ഫിലിപ്പ് തിരികെ പോകാനായി ഇറങ്ങിയത്. ഇന്ന് പോണ്ടട ചക്ക എന്ന അപ്പന്റെ സ്നേഹത്തോടെയുള്ള ആഗ്രഹം അതിലേറെ സ്നേഹത്തോടെ നിരസിച്ചു അവൻ. ചെറുചിരിയോടെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അപ്പനും അമ്മയും സഹോദരങ്ങളും താൻ കണ്ണിൽ നിന്നും മറയുന്നതുവരെയും മുറ്റത്ത് നോക്കി നിൽക്കുന്നത് അവൻ മനക്കണ്ണിൽ കാണുന്നുണ്ടായിരുന്നു. അവന്റെ ജീപ്പ് ഇരുട്ടിനെ കുത്തിത്തുളച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. വരാൻ പോകുന്ന ആപത്തിന്റെ സൂചന പോലെ അവന്റെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. എൽസയുടെ മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു. തനിക്ക് ചേരാത്ത വികാരമെങ്കിലും ഇത്ര നാളും അവളോട് ഉണ്ടായിരുന്ന ഇഷ്ടക്കേട് അവനിൽ വെറുപ്പായി വളരാൻ തുടങ്ങി. അവന്റെ മനസ്സ് ഒരു വൈരാഗിയുടേത് ആയിരുന്നു എന്നത് മാത്രമല്ല, ഒരു പെൺകുട്ടി തന്നെ സ്നേഹിക്കുന്നുവെന്ന ചിന്ത പോലും അവനിൽ ഇഷ്ടക്കേട് നിറച്ചു. മനസ്സ് കൂടുതൽ അസ്വസ്ഥമാവാൻ തുടങ്ങിയപ്പോൾ ജീപ്പിനുള്ളിൽ പതിഞ്ഞ ശബ്ദത്തിൽ പാടിക്കൊണ്ടിരുന്ന ക്രൂശിതനെ കുറിച്ചുള്ള വരികളിലേക്ക് അവൻ മനഃപൂർവ്വം ശ്രദ്ധ തിരിച്ചു. താൻ എത്തിയോ എന്ന് ഉറപ്പായിട്ടേ അപ്പനും മറ്റുള്ളവരും ഉറങ്ങൂ എന്ന് അറിയാമായിരുന്നതിനാൽ മുറിയിലെത്തിയതും അവൻ അപ്പനെ വിളിച്ച് എത്തിയതായി അറിയിച്ചു. വേഗത്തിലൊന്ന് കുളിച്ച് പ്രാർത്ഥന എത്തിച്ച് അവൻ ബെഡിലേക്ക് വീണു. ഒരു കള്ളച്ചിരിയോടെ നിദ്രാദേവി അവനെ വേഗത്തിൽ പുണർന്നു. ഇരുവശങ്ങളിലും തണൽ വൃക്ഷങ്ങൾ പന്തലിട്ട നീണ്ടു വളഞ്ഞു പോകുന്ന പൊട്ടിപ്പൊളിഞ്ഞ ഒരു പഴയ ടാറിട്ട റോഡ്. ഇലകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യന്റെ കിരണങ്ങൾ അവിടമാകെ ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്നു. വയലറ്റ് കരയുള്ള സെറ്റും മുണ്ടും ഉടുത്ത ഒരു പെൺകുട്ടി വഴിയുടെ ഓരം ചേർന്ന് നടന്നു പോകുന്നു. മുഖം കാണാൻ കഴിയുന്നില്ല. നിറയെ മുല്ലപ്പൂ ചൂടിയ നിതംബം മറയ്ക്കുന്ന നീണ്ട മുടിയിഴകളിൽ നിന്നും ഈറൻ ഇറ്റിറ്റു വീഴുന്നു. അവൾ തിരിഞ്ഞു നോക്കി. അവൾ തന്നെ കാണാതിരിക്കാൻ, താൻ അവളെ ശ്രദ്ധിച്ചത് അവൾ അറിയാതിരിക്കാൻ അവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നെങ്കിലും എന്നോ കേട്ടു മറന്ന അവളുടെ ശബ്ദം അവന്റെ കാതുകളിൽ വന്നു വീണു. ദേവാ. ഞെട്ടി എഴുന്നേറ്റ് അവൻ ചുറ്റും നോക്കി. ഇരുട്ടിലേക്കാണ് അവൻ കണ്ണുകൾ തുറന്നത്. ബെഡ് ലാമ്പിന്റെ ചെറിയ വെളിച്ചം പതിയെ പതിയെ അവന് കാഴ്ച നൽകി. നെഞ്ചിടിപ്പ് നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ നെറ്റിയിലെ വിയർപ്പ് തുടച്ചു. സ്വപ്നമാണ്. തന്റെ അനുവാദമില്ലാതെ നിദ്രയെ ശല്യം ചെയ്യാനെത്തുന്ന ആ സ്വപ്നം. അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ടേബിളിൽ വെച്ചിരുന്ന ജഗ് എടുത്ത് വായിൽ കമഴ്ത്തി. ആരാണ് ഈ പെൺകുട്ടി? എന്താണ് ഈ സ്വപ്നത്തിന്റെ അർത്ഥം? ഒരു സമർപ്പിതനായ ബ്രഹ്മചര്യം വ്രതമാക്കിയ താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വപ്നം കാണുന്നത്? വീണ്ടും വീണ്ടും അതേ സ്വപ്നം കാണുന്നത്? അവൾ എന്തിനാണ് തന്നെ ദേവ എന്ന് വിളിക്കുന്നത്? ഒന്നിനും അവന് ഉത്തരം കിട്ടിയില്ല. ജനൽപ്പാളികൾ തുറന്ന് അവൻ പുറത്തെ മങ്ങിയ നിലാവിലേക്ക് നോക്കി നിന്നു. രാത്രിയുടെ നിശബ്ദതയും തണുപ്പും ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം അവനെ തഴുകിക്കൊണ്ടിരുന്നു. മഞ്ഞു മൂടിയ നനുത്ത പ്രഭാതം. സൂര്യൻ അങ്ങ് ആകാശച്ചെരുവിൽ നിന്നും എത്തി നോക്കുന്നതേയുള്ളൂ. പ്രകൃതി മഞ്ഞിനെ വാരി പുണർന്നു നിൽക്കുന്നു. മരം കൊണ്ടുള്ള ജനലഴികളിൽ പിടിച്ച് നീന പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഏതോ ചിന്തയിൽ മുഴുകി ഈ ലോകത്തെ മുഴുവൻ മറന്നാണ് അവളുടെ നിൽപ്പ്. കടും നീലപ്പൂക്കൾ തുന്നിപ്പിടിപ്പിച്ച ഇളം നീല നിറത്തിലുള്ള കർട്ടൺ ഇടയ്ക്കിടയ്ക്ക് അവളെ തലോടി ചിന്തയിൽ നിന്നും ഉണർത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട് പിന്മാറുന്നു. എന്താണ് അവളുടെ മനസ്സിൽ? സങ്കടമോ, ഭയമോ, അതോ പ്രണയമോ? എല്ലാം കൂടി ചേർന്നൊരു ഭാവം. അതിനൊരു പേരില്ല. ഇന്നലെയാണ് അവളും കുടുംബവും ഈ നാട്ടിലെത്തിയത്. വലിയൊരു ജാതിത്തോട്ടത്തിന് നടുവിൽ മച്ചിട്ട ചെറിയ ഓടുവീട്. അടുത്തെങ്ങും വീടുകളില്ല. ആകെയുള്ളത് മരങ്ങൾക്കിടയിലൂടെ അധികം ദൂരമല്ലാതെ കാണുന്ന പള്ളിയുടെ കുരിശാണ്. തല പതിയെ താഴ്ത്തി വലങ്കൈ ഉയർത്തി നിൽക്കുന്ന കരുണാമയന്റെ രൂപം. മോളെ, മോളെ നീനേ. ചാരിയിരുന്ന വാതിൽ പതിയെ തുറന്ന് അമ്മച്ചി അകത്തേക്ക് കയറി വന്നു. അവളിൽ നിന്നും ഒരു പ്രതികരണവും ഇല്ലാതെ വന്നപ്പോൾ താൻ വന്നത് നീന അറിഞ്ഞിട്ടില്ലെന്ന് അമ്മച്ചിക്ക് മനസ്സിലായി. അമ്മച്ചിയെ അടുത്ത് ചെന്ന് അവളുടെ തോളത്ത് കൈവച്ചു. മോളെ, നീ എന്താലോചിച്ച് നിൽക്കുവാ? അവൾ മറുപടിയൊന്നും പറയാതെ തലതിരിച്ച് അമ്മച്ചിയെ നോക്കി. അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാമായിരുന്നിട്ടും അവളുടെ നോട്ടത്തെ അവഗണിച്ചു. അമ്മച്ചി അവളെ ഫ്രഷ് ആവാൻ പറഞ്ഞയച്ചു.
അവൾ ബാത്റൂമിൽ കയറി വാതിലടച്ചതും അവളുടെ മുഖത്തെ ഭയം നിറഞ്ഞ വിഷാദഭാവം അമ്മച്ചിയുടെ മുഖത്തും നിഴലിച്ചു. എന്റെ ഈശ്വര, എന്റെ കുട്ടിയുടെ കൂടെ ഉണ്ടാവണേ. അമ്മച്ചിയുടെ ഗദ്ഗതം വാക്കുകളായി പുറത്തേക്ക് വന്നു. ആലീസേ, കുർബാനയ്ക്ക് സമയമായി, ഒന്ന് വേഗം ഇറങ്ങുന്നുണ്ടോ നീ? വർക്കിച്ചൻ ഉമ്മറത്തു നിന്നും അക്ഷമയോടെ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ദേ വരുന്നു ഇച്ചായ. ആലീസ് കയ്യിൽ ബൈബിളുമായി പുറത്തേക്ക് വന്നു, കൂടെ നീനയും. എങ്ങനെയുണ്ട് അപ്പച്ച? വൈറ്റ് കളർ കോളറുള്ള കുർത്തിയും യെല്ലോ കളർ ലെഗിൻസും, തോളിലൂടെ ഒരു ഷോൾ വളച്ചിട്ടിരിക്കുന്നു. അവൾ എലിക്ക് കൈകൊടുത്ത് തലചിരിച്ച് ചോദിച്ചു. പറയൂ വർക്കിച്ചായ, പൊളിച്ചിട്ടില്ലേ? പൊളിച്ചിട്ടുണ്ട്. വേഗം ഇറങ്ങു കുട്ടിയെ, ഇവിടുത്തെ സമയക്രമത്തെ കുറിച്ച് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ഓ, എല്ലാ പള്ളിയിലും ഒരുപോലൊക്കെ തന്നെയാ വർക്കിച്ച, അവൾ കളിയായി പറഞ്ഞു. വർക്കിച്ചനും ആലീസും നീനയും കല്ലുകൊണ്ട് പണിത പടവുകൾ ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങി പള്ളിയിലേക്ക് നടന്നു. അവൾ പ്രതീക്ഷിച്ചതിനേക്കാളും എത്രയോ മനോഹരമാണ് ഈ ദേവാലയം. താഴെ നിന്നും മുകളിലേക്ക് നോക്കിയാൽ പടിക്കെട്ടുകൾ എണ്ണി തീർക്കാൻ കഴിയില്ല എന്ന് തോന്നും. അനശ്വര പ്രണയത്തിന്റെ പ്രതീകമായ താജ്മഹലിനേക്കാളും മനോഹരം എന്ന് അവൾക്ക് തോന്നി. ദേവാലയത്തിനുള്ളിൽ നിന്നും ഒഴുകി വരുന്ന സംഗീതത്തിന്റെ മാധുര്യം ഭക്തിക്ക് പകരം അവളുടെ മനസ്സിൽ ഒരേ സമയം ഭയവും പ്രണയവും നിറച്ചു. മിടിക്കുന്ന ഹൃദയത്തോടെ നീന പതുക്കെ പടിക്കെട്ടുകൾ കയറി. കരിങ്കല്ലുകൾ കൊണ്ട് പണിത ഒരു ചെറിയ പള്ളി, ചരൽ വിരിച്ച മുറ്റം, വലതുവശത്തായി ഒരു ഓഡിറ്റോറിയം, ഇടതുവശത്ത് പള്ളിയുടെ പിറകിലായി പള്ളിമേട. ചെരുപ്പുകൾ അഴിച്ചുവെച്ച് അവൾ അകത്തേക്ക് കയറി. തറയിൽ വിരിച്ച മാർബിൾ കല്ലുകളുടെ തണുപ്പ് അവളുടെ നഗ്നപാദങ്ങളെ മാത്രമല്ല ശരീരം മുഴുവൻ കുളിരണിയിച്ചു. എല്ലാവരും ഭക്തിയിൽ ലയിച്ച് തങ്ങളുടെ രക്ഷകനെ വാഴ്ത്തുന്നു. മനോഹരമായ അൾത്താര, വിശുദ്ധ വസ്ത്രം ധരിച്ച പുരോഹിതൻ തന്റെ അജഗണങ്ങൾക്കായി തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ട് തിരിഞ്ഞു നിൽക്കുന്നു. ആ മുഖം കാണാൻ എത്ര നേരം കാത്തു നിൽക്കണം? മുൻപോട്ട് നോക്കി അവൾ നിന്നു. അവളുടെ മനസ്സിൽ അപ്പോൾ ഭക്തിയായിരുന്നില്ല, പ്രാർത്ഥനയായിരുന്നില്ല. അവൾക്കത് തിരിച്ചറിയാനാകുന്നില്ല. കണ്ണുകൾ അടച്ച് കൈകൂപ്പി ഈശ്വരന് മുൻപിൽ കുമ്പിടണമെന്ന് ബുദ്ധി ഉപദേശിച്ചെങ്കിലും ഹൃദയം അതിന് തയ്യാറായില്ല. നിമിഷങ്ങൾക്ക് യുഗങ്ങളുടെ ദൈർഘ്യമുണ്ടെന്ന് അവൾക്ക് തോന്നി. അതാ സമയമായി. കുളത്തിലെ കുഞ്ഞോളങ്ങൾ കാത്തിരുന്ന ആ മുഹൂർത്തമായി. പുരോഹിതൻ തമ്പുരാന്റെ ആശീർവാദം ഭക്തർക്ക് നൽകാനായി അഭിമുഖമായി തിരിഞ്ഞു. നീനയുടെ നെഞ്ചിരിപ്പൊഴികെ പ്രപഞ്ചം മുഴുവൻ ഒരു നിമിഷത്തേക്ക് നിശ്ചലമായി. അന്നത്തെ പോലെ സകലതും ഫ്രീസിംഗ് പോയിന്റിലേക്ക് താഴ്ന്നു. പണ്ടെങ്ങോ കേട്ട മുത്തശ്ശി കഥയിലെ പോലെ ചുറ്റും നിൽക്കുന്നവരെല്ലാം കരിങ്കൽ പ്രതിമകളായി മാറി. അവളുടെ കണ്ണുകൾ വിടർന്നു, ശരീരം വിറച്ചു. അവൾ ആലീസിനെ മുറുകെ പിടിച്ചു. തിരുവസ്ത്രത്തിനുള്ളിലെ ആ പ്രശാന്ത സുന്ദരമായ മുഖം, ഓർമ്മ വെച്ച നാൾ മുതൽ കാത്തിരുന്ന രൂപം. അവന്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ അവൾ തറഞ്ഞു നിന്നു. ഒരു നിമിഷം അവളെപ്പോലെ തന്നെ നിന്നുപോയി വർക്കിച്ചനും ആലീസും. അവളുടെ ഭാവം കണ്ട് ആലീസ് അവളുടെ കയ്യിൽ പതുക്കെ പിടിച്ചു. തിരിഞ്ഞു നോക്കി അവളുടെ കണ്ണുകൾ നനയുന്നത് അവർ കണ്ടു. തന്റെ മുഖം ആരും ശ്രദ്ധിക്കാതിരിക്കാനായി നീന പതിയെ തിരിഞ്ഞ് പുറത്തേക്കിറങ്ങി. ആരാണ് ഇടയ്ക്ക് ഇറങ്ങിപ്പോകുന്നത്? ഇടയ്ക്ക് ഇറങ്ങിപ്പോകുന്നത് തമ്പുരാനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് അവന്റെ അഭിപ്രായം. ചെറിയൊരു നീരസത്തോടെ അവൻ അവളെ നോക്കി. അതേ നിമിഷം അവളും തിരിഞ്ഞു നോക്കി. അവളുടെ ശിരസ് മൂടിയിരുന്ന നേർത്ത തുണികൾക്കിടയിലൂടെ അവൻ ആ മുഖം കണ്ടു. ഒരു വൈദ്യുതി പ്രവാഹം ശരീരത്തിലൂടെ കടന്നുപോയതുപോലെ അവൻ ഞെട്ടി. ശബ്ദം വിറച്ച നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. നെഞ്ചിടിപ്പ് നിയന്ത്രിക്കാൻ അവൻ വിഫലമായി ശ്രമിച്ചു. ആ പെൺകുട്ടി, തന്റെ സ്വപ്നങ്ങളിൽ നിരന്തരം വന്ന് ശല്യപ്പെടുത്തുന്ന അതേ പെൺകുട്ടി, അതെ അവൾ തന്നെ. ആ മുഖം, മഹാദേവനായി മാത്രം പാർവതിയായി പുനർജനിച്ച സതീദേവി. അമ്പാട്ടെ തൊടിയിൽ ചുറ്റിക്കറങ്ങിയ കാറ്റ് ഓടിവന്ന് അവരെ തലോടി ആ വർത്തമാനം അറിയിക്കാൻ തിരികെ പറന്നു. കുളത്തിലെ ഓളങ്ങളും പരൽമീനുകളും സന്തോഷത്തോടെ പടവുകളെ പുണർന്നു. ആ തറവാട്ടിലെ മാറാല പിടിച്ച 2 ജനലുകൾ ഒന്ന് തുറന്നടഞ്ഞു. അവൾ നടന്നു പുറത്തേക്ക് പോയി. ഒരു നിമിഷത്തെ പരിഭ്രമത്തിൽ നിന്നും അവൻ പെട്ടെന്ന് മുക്തനായി തന്റെ കർമ്മത്തിലേക്ക് കടന്നു. കുർബാന കഴിഞ്ഞ് വർക്കിച്ചായനും ആലീസും പുറത്തേക്കിറങ്ങി. നീന വീട്ടിലേക്ക് നടന്നു. ആദ്യത്തെ ഞായറാഴ്ചയാണ്. അപരിചിതമായ കുറെ മുഖങ്ങൾ. ചിലരൊക്കെ അവരെ നോക്കി ചിരിച്ചു, ചിലരൊക്കെ ഇവർ ആരാണ് എന്ന ഭാവത്തിൽ അവരെ നോക്കി. പള്ളിമുറ്റത്തിന്റെ സൈഡിൽ മാതാവിന്റെ ആ രൂപം. പൂച്ചെടികൾ നിറഞ്ഞു നിൽക്കുന്നു. ആ ചെറിയ പൂന്തോട്ടത്തെ ജീവനുള്ളതാക്കി ആടുകളുടെയും ആട്ടിടയന്മാരുടെയും പ്രതിമകൾ. വർക്കിച്ചായനും ആലീസും തിരക്കിൽ നിന്ന് മാറി അവിടേക്ക് നീങ്ങി നിന്നു. അച്ഛനെ ഒന്ന് കാണണം, വീട്ടിലേക്ക് വിളിക്കണം. അതിനായി അവർ അച്ഛൻ പുറത്തേക്ക് വരുന്നതും കാത്തുനിന്നു. അവൻ എത്രയും വേഗം മുറിയിലെത്തിയാൽ മതിയെന്നായിരുന്നു. അച്ഛൻ പുറത്തേക്ക് വരുന്നത് കണ്ട് അവർ അടുത്തേക്ക് ചെന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ,
അവർ കൈകൂപ്പി അച്ഛന് വന്ദനം ചൊല്ലി. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പുഞ്ചിരിയോടെയും ചെറിയൊരു അപരിചിതത്വത്തോടെയും അച്ഛൻ അവർക്ക് പ്രതിഅഭിവാദ്യം ചൊല്ലി. മുൻപ് കണ്ടിട്ടില്ലല്ലോ? അച്ഛൻ ചോദിച്ചു. ഇല്ലച്ചോ, ഞങ്ങളിവിടെ പുതിയതാ. എന്റെ പേര് വർക്കി. ഇതാ ആലീസ്, എന്റെ കെട്ടിയോളാ. ഒരു മകളുണ്ട്. ഇന്നലെ താമസം മാറി വന്നതേയുള്ളൂ. ഞങ്ങളങ്ങ് തൃശ്ശൂരായിരുന്നു. അപ്രതീക്ഷിതമായി ചിലതൊക്കെ സംഭവിച്ചു. ഉണ്ടായിരുന്നതൊക്കെ നഷ്ടപ്പെട്ടു. പിന്നീട് അവിടെ നിൽക്കാൻ മനസ്സ് വന്നില്ല. അതാണ് ഈ നാട്ടിൽ ആരെയും പരിചയമില്ലാതെ ഇവിടെ. വർക്കിച്ചൻ പറഞ്ഞു നിർത്തി. തമ്പുരാൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, അച്ഛൻ ആശ്വാസവാക്കുകൾ പോലെ പറഞ്ഞു. എവിടെയാണ് താമസം? മില്ലുകവലയിൽ, ആ ജാതിത്തോട്ടത്തിലെ വീട്. വാടകയ്ക്കാണ്. അച്ഛൻ സൗകര്യം പോലെ അങ്ങോട്ട് ഇറങ്ങണം. വർക്കിച്ചൻ ക്ഷണിച്ചു. വരാം വർക്കിച്ചായ, അച്ഛൻ സമ്മതിച്ചു. വർക്കിച്ചായനും ആലീസും വീട്ടിലേക്ക് നടന്നു.